അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഈ ഏറ്റവും ലാസ്റ്റ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ഒരു പ്രോബ്ലം അല്ലേ? അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിബഞ്ചർ റിഡംഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം തന്നെയാണ് എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, എപ്പോഴാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷന്റെ കേസിൽ ഒരു ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിനെ കുറിച്ച്, ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പനിയുടെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്നും, അതായത് കമ്പനി റിഡീം ചെയ്യുന്ന പീരീഡ് മെച്യൂരിറ്റി ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ കമ്പനി തിരിച്ചു വാങ്ങുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടക്കുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ. ഈ എമൗണ്ടിൽ നമ്മൾ ഈ പേ ചെയ്യുന്ന നമ്മുടെ ഈ എമൗണ്ടിൽ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് പോർഷൻസ്, അതായത് നമുക്കറിയാം ഡിബഞ്ചറിന് സാധാരണയായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാറുള്ളത് ഹാഫ് ഇയർലി ആയിട്ട് അല്ലെങ്കിൽ ഇയർലി ആയിട്ടാണ്. അതായത് ചിലപ്പം ക്വാർട്ടർലി ആവാം. അതായത് 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊക്കെ ആയിരിക്കും ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പൊ നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഡേറ്റിന് ശേഷം ചിലപ്പോൾ നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്തത് ഒരു മാർച്ച് 31-നായിരിക്കും ഇൻട്രസ്റ്റ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക. ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ജൂണിലായിരിക്കും അല്ലെ? അപ്പം മാർച്ചിന് ശേഷം മെയ്, ഏപ്രിൽ മെയ്, ഈ 2 മാസം ഉണ്ടല്ലോ. ആ 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ കൊടുക്കുന്ന എമൗണ്ട് ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. ഓക്കെ. അതായത് നേരത്തെ ഇൻട്രസ്റ്റ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടക്കുന്നതിന് മുമ്പ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഡേറ്റ് ഏതാണെന്ന് നോക്കുക. സാധാരണ മാർച്ച് 31 അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റിൽ നിന്നും ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റിലേക്കുള്ള ആ ഒരു കാലയളവിലേക്കുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഈ എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കൊട്ടേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊട്ടേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യും അല്ലെ? ഇപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ബൾക്ക് ഓർഡർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൊട്ടേഷൻസ് നൽകുക എന്ന് പറയും. നമ്മുടെ ഓഫീസിലേക്ക് കുറച്ച് ചെയർ വാങ്ങണമെങ്കിൽ നമ്മൾ ഈ ചെയർ നൽകാൻ തയ്യാറായിട്ടുള്ള സ്ഥാപനങ്ങളോട് കൊട്ടേഷൻസ് നൽകാൻ പറയും. അതായത് അവര് എന്ത് പ്രൈസിന് നമുക്ക് ഈ ഒരു ചെയർ തരും, അതാണ് കൊട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ആ പ്രൈസിൽ നമ്മൾ ഷെയർ വാങ്ങുവാൻ ഇട്ടിട്ടുള്ള ആ പ്രൈസിൽ ഇൻട്രസ്റ്റ് പോർഷൻസ് ഇൻക്ലൂഡ് ആണോ അല്ലയോ എന്ന് നോക്കണം എന്നാണ് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആണെങ്കിൽ അതിനൊരു പേര് വിളിക്കും, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് വിളിക്കും. അപ്പൊ അതെന്താ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്, നിങ്ങൾ ഈ പാരഗ്രാഫിനകത്ത് ഇവിടുന്ന് ഈ ഡിപെൻഡർ ഈ ഒരു പാരഗ്രാഫ് ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചു തുടങ്ങിയാൽ മതി. നോക്കുക. If debentures are purchased before the due date of interest payment, then the problem arises to whether the price paid include interest for the expired period or not. അതായത് എന്താ പറയുന്നത്, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റിന് മുമ്പാണ് ഒരു കമ്പനി ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഡേറ്റ് ഉണ്ടാവും. 6 മാസം കൂടുമ്പോഴാകാം, ചിലപ്പോൾ ഒരു വർഷത്തിലായിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 31-നാണ് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡേറ്റ് എന്ന് വിചാരിക്കാം. ആ മാർച്ച് 31-ന് മുമ്പ് എന്ത് ചെയ്തു, കമ്പനി ഡിബഞ്ചർ വാങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ അത്രയും ഒരു ടൈം പീരീഡ് ഉണ്ടാവല്ലോ, നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത സമയം മുതൽ ഇനി ഇൻട്രസ്റ്റ് മേടിക്കാനുള്ള ഒരു സമയം ചിലപ്പോൾ ഒരു വർഷമാണെങ്കിൽ 12 മാസം ഉണ്ടാവും. ചിലപ്പോൾ ആ 12 മാസത്തിന് ഇടയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 6 മാസം, അതായത് നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. ഓക്കെ. ആ പ്രോബ്ലത്തിന് ഉത്തരമാണ് നമ്മുടെ കൊട്ടേഷൻ, നമ്മുടെ പ്രൈസ് കൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണോ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ പേര് തന്നെ ഉണ്ട്, എക്സ് ഇൻട്രസ്റ്റ്. ഈ എക്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
എക്സ്ക്ലൂഡഡ് മീൻസ് എന്താണ്? നമ്മുടെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള നമ്മുടെ പർച്ചേസ് പ്രൈസിൽ എന്തില്ല, ആ ഒരു എക്സ്പയർഡ് പീരീഡിലേക്കുള്ള, അതായത് നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്തു, പിന്നെ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ആ ഡേറ്റ് വരെയുള്ള പീരീഡിനെയാണ് എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ആ പീരീഡ് വരെയുള്ള ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പയർഡ് പീരീഡ്. ആ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ല, അതായത് എക്സ്ക്ലൂഡഡ് ആണ്, പർച്ചേസ് പ്രൈസിൽ ഇല്ല എങ്കിൽ ആ കൊട്ടേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, സംടൈംസ് ദ പ്രൈസ് പെയ്ഡ് ഡിബഞ്ചർ ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ്. ചിലപ്പോൾ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഒരു കഴിഞ്ഞ 6 മാസം മുമ്പ് ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇനിയുള്ള ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയം എന്താണ്? നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത സമയം മുതൽ വെച്ച് നോക്കുമ്പോൾ ഒരു 6 മാസം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നൽകുന്ന പ്രൈസിൽ ഇൻക്ലൂഡഡ് ആവാം. ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും. ആ പർച്ചേസ് പ്രൈസിൽ നേരത്തെ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ടായിരിക്കും നമ്മുടെ പർച്ചേസ് പ്രൈസ് തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കം ഇൻട്രസ്റ്റ്, CUM. കം എന്ന് പറഞ്ഞ വാക്കിനകത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ കം എന്ന് പറഞ്ഞാൽ സാധാരണ കം എന്താണ്? കം എന്ന് പറഞ്ഞാൽ വരിക എന്നുള്ളതാണ് അല്ലെ? അതായത് ഇൻക്ലൂഡഡ് ആണ്. കം ഇൻട്രസ്റ്റ് മീൻസ് നമ്മുടെ പർച്ചേസ് പ്രൈസിൽ എന്താണ്? ഇൻട്രസ്റ്റ് പോർഷൻ, അതായത് എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്പയർഡ് പീരീഡ് എന്ന് അറിയണം. ഓക്കെ, അപ്പൊ എക്സ്പയർഡ് പീരീഡ് എന്താണ്? നോക്കൂ, എക്സ്പയർഡ് പീരീഡ് മീൻസ് the period from the date of previous payment of interest up to the date of purchase. എക്സ്പയർഡ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The period of previous payment of interest up to the date of purchase എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ നമ്മുടെ കമ്പനി ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് നൽകിയ ഡേറ്റ് മാർച്ച് 31 ആണെന്ന് വിചാരിക്കുക. ദെൻ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഡിബഞ്ചർ വാങ്ങുന്ന ഡേറ്റ് ഒരു ജൂലൈ മാസമാണ്, ജൂലൈ 31 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മാർച്ച് 31 മുതൽ ജൂലൈ 31 വരെയുള്ള ആ ഒരു ടൈം പീരീഡ്, നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ഡേറ്റ് വരെയുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ the interest portion included in the purchase price constitute revenue and balance is capital. Okay, the price paid for debenture depends on the type of quotation. There are two type of quotations, cum interest quotation and ex interest quotations. അപ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് പ്രൈസ് നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റിന്റെ പോർഷൻ എന്താണ്? ഇൻട്രസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റവന്യൂ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന സമയത്ത് എന്തുണ്ടാവും? ഡിബഞ്ചറിന്റെ എമൗണ്ട് കൊടുക്കുമല്ലോ, ആ ഡിബഞ്ചറിന്റെ പോർഷൻ എന്തായിരിക്കും? ക്യാപിറ്റൽ പോർഷനും ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ദെൻ അങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആണോ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് അല്ലേ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക, എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനിലും അല്ലെങ്കിൽ കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി താഴെ നോക്കൂ, എന്താണ് കം ഇൻട്രസ്റ്റ്? അപ്പോ എന്താണ് കം ഇൻട്രസ്റ്റ്? അപ്പൊ എക്സ് ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്? എക്സ് ഇൻട്രസ്റ്റിനെ കം ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം അറൈസ് ചെയ്യുന്നത് നമ്മൾ മാർച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന അതേ ഡേറ്റിൽ, അതായത് മാർച്ച് 31 തന്നെയാണ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ അവിടെ പ്രശ്നമില്ല. കാരണം എന്താണ്? ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന പ്രൈസിൽ ഇൻട്രസ്റ്റിന്റെ പോർഷൻ ഉണ്ട് ഇല്ല എന്നുള്ള ഒരു പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല. പ്രശ്നം എപ്പോഴാണ്? ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ അത്രയും കാലത്തേക്കുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ആണോ അല്ലയോ, അപ്പോഴാണ് ഈ എക്സ് ഇൻട്രസ്റ്റിന്റെയും കം ഇൻട്രസ്റ്റിന്റെയും പ്രോബ്ലം വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇനി ആദ്യം നമുക്ക് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താ നോക്കാം. കം, ഞാൻ നേരത്തെ പറഞ്ഞു, കം എന്ന വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കം മീൻസ് ഇൻക്ലൂഡഡ്. അതായത് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന കമ്പനി ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടക്കുമ്പോൾ നൽകുന്ന ആ പർച്ചേസ് പ്രൈസിൽ എന്തുണ്ട്? ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നോക്കൂ, ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ഫോർ എ പീരീഡ് ഫ്രോം പ്രീവിയസ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദി ഡേറ്റ് ഓഫ് പർച്ചേസ് ഇറ്റ് ഈസ് കോൾഡ് കം ഇൻട്രസ്റ്റ് പ്രൈസ്. അതായത് നമ്മുടെ പർച്ചേസ് പ്രൈസിൽ എന്താണ്? പ്രീവിയസ് പീരീഡ്, അതായത് അൺഎക്സ്പയർഡ് പീരീഡ് അല്ലെങ്കിൽ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് പോർഷൻ
നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ ആ പർച്ചേസ് പ്രൈസ് എന്ന് വിളിക്കുന്നവരാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ അല്ലെങ്കിൽ കം ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ CUM എന്ന് പറഞ്ഞ കം എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിനർത്ഥം എന്താണ്? കുമുലേറ്റീവ് അല്ലെ ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ്. കുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് എന്ന അർത്ഥമാണ് കുമുലേറ്റീവ്. അപ്പൊ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആണ്, ഇൻട്രസ്റ്റ് ചേർന്നതാണ്. നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റും കൂടി ചേർന്നതാണ് എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, ഇറ്റ് മീൻസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദി കമ്പനി ഫോർ ദി ഡിബഞ്ചർ ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ് ആൾസോ. അതായത് കമ്പനി നൽകുന്ന പർച്ചേസ് പ്രൈസിൽ എന്തും കൂടി ഇൻക്ലൂഡ് ആണ്? ആ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള, അതായത് നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ കമ്പനി ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ഡേറ്റ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. ആ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റും കൂടി ചേർന്നതാണ് നമ്മുടെ പർച്ചേസ് പ്രൈസ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഇനി നോക്കൂ, ഈ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ വരുന്ന സമയത്ത് എന്തെല്ലാം ജേണൽ എൻട്രി ആണ് വരിക? ഓക്കെ, നോക്കി ഇവിടെ നോക്കൂ. വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് കൺസിഡറേഷൻ. നമുക്കറിയാം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 2 ആവശ്യങ്ങൾ? ഒന്നുകിൽ പർച്ചേസ് നടത്തി ഉടനെ തന്നെ ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, അതായത് പർച്ചേസ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തി നമ്മൾ ഈ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, അതിനെ ക്യാൻസൽ ചെയ്യുന്നില്ല. പിന്നീട് നമ്മൾ അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് അതിനെ ക്യാൻസൽ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് എന്ന് പറയും. അപ്പൊ 2 ആവശ്യങ്ങളുണ്ട്. ഈ 2 ആവശ്യത്തിന്റെ ഒന്നുകിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിനായിരിക്കും നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. അതായത് പർച്ചേസ് ചെയ്യുന്നു, അതിനെ ക്യാൻസൽ ചെയ്യുന്നു. അതായത് പർച്ചേസ് ചെയ്ത് ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ജേണൽ എൻട്രി വരിക? എന്താണ്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അല്ലെ? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചറിനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. അപ്പൊ നമ്മുടെ കയ്യിലേക്ക് വാട്ട് കംസ് ഇൻ വന്നത് എന്താണ്? ഡിബഞ്ചർ ആണ് അല്ലെ? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഡിബഞ്ചർ. കാരണം ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റി ഇവിടെ കുറയാണ് അല്ലെ? ലയബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് നിയമം. അപ്പൊ ലയബിലിറ്റി കുറയുന്നു. ലയബിലിറ്റി കുറയുന്നത് കൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ പിന്നെ അടുത്ത എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, എന്താണ്? ആ എക്സ്പയർഡ് പീരീഡിലേക്കുള്ള, നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവിടെ വരിക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ആ ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് റവന്യൂ എക്സ്പെൻസ് ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ എക്സ്പെൻസ് ആയതുകൊണ്ട് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ് ഇസ് ഡെബിറ്റ് എന്നാണ് നമ്മുടെ റോള്. അപ്പൊ എക്സ്പെൻസ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് ഡിബഞ്ചറിനെ ഡെബിറ്റ് ചെയ്തു. ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റി ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി പുറത്തേക്ക് നൽകേണ്ട, ഡിബഞ്ചർ ഹോൾഡർക്ക് നൽകേണ്ട ഒരു എമൗണ്ട് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ് എന്നാണ് നമ്മുടെ റോള്. അതുകൊണ്ട് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ആ ഡിബഞ്ചർ ഹോൾഡർക്കും അല്ലെങ്കിൽ ഡിബഞ്ചറിന്റെ പേരിലുള്ള എമൗണ്ടും അതുപോലെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പുറത്തേക്ക് പോകും. നമ്മുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് ഇനി പുറത്തേക്ക് പോവാണ്. ആ പുറത്തേക്ക് പോകുമ്പോൾ ക്യാഷിന് ഇതിന് പകരം എന്ത് ചെയ്താ? ടു ബാങ്ക് അക്കൗണ്ട് അല്ലെ? അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വാട്ട് ഗോസ് ഔട്ട് എന്താണോ പോകുന്നത് അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്താ പോകുന്നത്? ക്യാഷ് ആണ് പോകുന്നത് അല്ലെ? അപ്പൊ ക്യാഷ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. 20,000 രൂപയുടെ മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല നമ്മൾ. അപ്പോൾ അതൊക്കെ ബാങ്കിലൂടെ ആയിരിക്കും ചെയ്യുക. അതുകൊണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എഴുതും. ഓക്കെ, അപ്പം എത്രയായിരിക്കും ഫേസ് വാല്യൂ, നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റും ഒക്കെ ചേർന്നായിരിക്കും ആ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക. ദെൻ പിന്നെന്താണ്? പ്രോഫിറ്റ് ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അതായത് നമ്മൾക്ക് ഈ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭം അതിനെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക. ഇങ്ങനെയാണ് ഇവിടെ ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ് നടത്തുന്നതെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെ വരുന്നത്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അതിൽ ഡിബഞ്ചർ അക്കൗണ്ട് നേരെ എഴുതേണ്ടത് എന്താണ്? ആ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ ആണ് എഴുതേണ്ടത് അല്ലെ? ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നേരെ എഴുതേണ്ടത് എന്താണ്? ആ എക്സ്പയർഡ് പീരീഡിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് എഴുതേണ്ടത്. എക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് മുമ്പ് ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുന്ന ആ ഡേറ്റ് വരെയുള്ള അത്രയും കാലത്തേക്കുള്ള ഇൻട്രസ്റ്റിനെയാണ്
എന്ത് ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എമൗണ്ട് പെയ്ഡ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് നേരെ എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് പേ, എത്ര എമൗണ്ട് ആണ് നമ്മൾ നൽകുന്നത്, അത് നൽകുന്ന എമൗണ്ട് ചിലപ്പോൾ എന്താവാം ഫേസ് വാല്യൂ പ്ലസ് ഇൻട്രസ്റ്റും കൂടി ചേർന്ന എമൗണ്ട് ആയിരിക്കും അല്ലെ. അപ്പൊ എമൗണ്ട് പെയ്ഡ്, എത്ര എമൗണ്ട് ആണ് നമ്മൾ ആക്ച്വലി ആ ഡിബഞ്ചർ ഹോൾഡർക്ക് നൽകിയത്, അത് അവിടെ എഴുതുക. ദെൻ അപ്പൊ ഇതൊക്കെ ഇത്രയും 3 എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. ആ ഡിഫറൻസ് ആയിരിക്കും എന്ത് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത എൻട്രി നോക്കൂ, രണ്ടാമത്തെ കാറ്റഗറി എന്താണ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ പർച്ചേസ്ഡ് ഫോർ ഹോൾഡിംഗ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത് എങ്കിൽ, ഓക്കെ സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. ഇതേതോ സിറ്റുവേഷൻ കം ഇൻട്രസ്റ്റിലാണ് നമ്മളിപ്പോൾ ജനറൽ എൻട്രി പഠിക്കുന്നത് കേട്ടോ. കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്, നമ്മുടെ പർച്ചേസ് പ്രൈസിൽ എന്ത് ഇൻക്ലൂഡ് ആണ്, നമ്മുടെ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ. ഇനി നോക്കൂ എൻട്രി എന്താ വരുന്നത്, അപ്പം ഞാൻ പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിന് പകരം എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റിന്റെ പേര് എഴുതുക, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതുക. കാരണം നമ്മൾ ഈ ഡിബഞ്ചറിന് ഇപ്പൊ ക്യാൻസൽ ചെയ്യുന്നുണ്ടോ, ഇപ്പൊ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതാൻ വരുന്നു. അപ്പോൾ ആ ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ബാക്കിയൊക്കെ സെയിം തന്നെ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതായത് ആ ഡിബഞ്ചറിന്റെ റിഡംഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്താണ് ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന എപ്പോഴാണ്, അതിനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്താണ്. ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അല്ലെ, ക്യാൻസൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്ര എൻട്രി വരുള്ളൂ, എന്താണ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നുള്ളതായിരിക്കും അവിടെ എൻട്രി വരിക. ഓക്കെ, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കി അതിന് നേരെ വരുന്ന എമൗണ്ടുകളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എൻട്രി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എന്താണ് ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയ ഡിബഞ്ചർ ഈ ആ ഒരു സമയത്ത് എന്താണ് ക്യാൻസൽ ചെയ്യുന്നില്ല എന്നുള്ളൂ. പിന്നീട് എന്ത് ചെയ്യണം, അതിനെന്തായാലും ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം എല്ലാ ഡിബഞ്ചറിനും എന്തുണ്ട്, ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട് അല്ലെ. അതിന് എല്ലാ ഡിബഞ്ചറിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് അതിന്റെ സമയമാകുമ്പോൾ ആ ഡിബഞ്ചർ എന്തായാലും ക്യാൻസൽ ചെയ്യണം. അപ്പൊ നമുക്ക് അനിശ്ചിത കാലത്തേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റില്ല. എല്ലാം ഏതൊരു കടം അങ്ങനെയല്ലേ, കൊടുത്തു തീർക്കണം ഒരു സമയമാകുമ്പോൾ. അപ്പം ഈ ഡിബഞ്ചറിന് ഒരു ക്യാൻസൽ ചെയ്യേണ്ട ഒരു സമയമുണ്ട്, ആ സമയത്ത് അതിനെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങിയ ഡിബഞ്ചറിനെ പിന്നീട് നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താണ്, ഡിബഞ്ചർ എന്ന് പറഞ്ഞ ലയബിലിറ്റി ഇല്ലാതാവുന്നത് കൊണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. പിന്നെ എന്താണ്, നമ്മളിവിടെ ഒരു ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ഡിബഞ്ചർ ഇനി ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചർ എന്ന ലയബിലിറ്റി ഇല്ലാതായി, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാതായി. അതായത് നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് അതിന്റെ കറന്റ് നാച്ചർ എന്ന് പറഞ്ഞ ക്രെഡിറ്റിലാണ് എപ്പോഴും ഡിബഞ്ചർ ഉണ്ടാവുക. അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഡെബിറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ക്യാൻസൽ ആവും. അപ്പൊ എന്താ എൻട്രി, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അത് രണ്ട് എഴുതുമ്പോൾ അവിടെ എന്തുണ്ടാവാം, ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഡിഫറൻസ് ആണെന്ത്, പ്രോഫിറ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ നമുക്കത് എൻട്രി മനസ്സിലാവും. അപ്പൊ ഈ എക്സ് ഇൻട്രസ്റ്റ് ആയാലും കം ഇൻട്രസ്റ്റ് ആയാലും ജേണൽ എൻട്രീസിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, സെയിം എൻട്രി തന്നെയാണ് വരിക. എമൗണ്ട് എടുക്കുന്നിടത്താണ് മാറ്റം സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞത് കം ഇൻട്രസ്റ്റ് അല്ലേ, ഇനി എക്സ് ഇൻട്രസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ നോക്കൊണ്ടും അവിടെ എൻട്രി സെയിം തന്നെയാണ്. അവിടെ എന്തിനേ മാറ്റം ഉണ്ടാവുന്നുള്ളൂ, ആ എൻട്രിയിൽ എമൗണ്ട് എഴുതുമ്പോൾ മാറ്റം സംഭവിക്കും. ആ മാറ്റം നമുക്ക് പ്രോബ്ലത്തിൽ ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ചു തരാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത രണ്ടാമത്തെ കൊട്ടേഷൻ, അതായത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് രണ്ട് രീതിയിലും നടത്താം, ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷനും ഫോർ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്താം എന്ന് പറഞ്ഞു. അതുപോലെ രണ്ട് പ്രൈസിൽ നടത്താം ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് അല്ലെ. ഏതൊക്കെയാണ്, ഒന്ന് എക്സ് ഇൻട്രസ്റ്റും മറ്റൊന്ന് കം ഇൻട്രസ്റ്റും. അപ്പൊ നമ്മൾ ആദ്യം കം ഇൻട്രസ്റ്റ് നോക്കി. കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ നൽകുന്ന നമ്മുടെ പർച്ചേസ് പ്രൈസിൽ എന്താണ് എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് പോർഷൻ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. എക്സ്പയർഡ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി നേരത്തെ കൊടുത്ത ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് മുതൽ കമ്പനി ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയ ഡേറ്റ് വരെയുള്ള കാലഘട്ടത്തേക്ക് വരുന്ന ഇൻട്രസ്റ്റിനെയാണ് എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്ത ടേം എന്താണ്? എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. എന്താണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ? അപ്പോൾ കം ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ നോക്കി, എന്താ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ? ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ്, അതായത് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നൽകുന്ന നമ്മുടെ പർച്ചേസ് പ്രൈസിൽ എന്ത് ഇൻക്ലൂഡ് ആണ്? ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്, അല്ലെ സോറി എക്സ്ക്ലൂഡഡ് ആണ്. ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ആണെങ്കിൽ, അതായത് നമ്മുടെ പർച്ചേസ് പ്രൈസിൽ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നൽകുന്ന നമ്മുടെ എമൗണ്ടിൽ ഇപ്പോൾ 100 രൂപ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നൽകുന്നുണ്ട് വിചാരിക്കുക. ആ 100 രൂപയിൽ എന്താണ് എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ ആ ഒരു പ്രൈസിനെ വിളിക്കുന്നവരാണ് എന്ത്? എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ അല്ലെങ്കിൽ എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സും കമ്മും ഇത് രണ്ടും എന്താണ്? ലാറ്റിൻ വേർഡ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻക്ലൂസീവ് എന്നുള്ള മീനിങ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇൻക്ലൂഡ് ഇതില്ലാതെ, ഉൾപ്പെടുത്താതെ എന്നർത്ഥം. അതായത് ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്താതെയാണ് പർച്ചേസ് പ്രൈസ് തീരുമാനിച്ചതെങ്കിൽ അതിനെ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ അല്ലെങ്കിൽ എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറയും. ഓക്കെ, നോക്കൂ, ദിസ് മീൻസ് ദാറ്റ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ്. ഇതിനർത്ഥം എന്താണ്? എക്സ്പയർഡ് പീരീഡിലേക്കുള്ള എന്താ ഇൻട്രസ്റ്റ് നമ്മുടെ ഡിബഞ്ചറിന്റെ പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നുള്ളതാണ് എന്ത്? എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനിലാണ് നമ്മൾ നടത്തിയ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതാണ്. ഓക്കെ, ഇൻ അഡീഷൻ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ക്ലിയർ ആണല്ലോ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആൻഡ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഇനി നോക്കൂ, ഇവിടെ ഇപ്പൊ എക്സ് ഇൻട്രസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷന്റെ ജേണൽ എൻട്രി തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ജേണൽ എൻട്രി നോക്കി, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റം ഉണ്ടാവില്ല. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അല്ലെ, നേരത്തെ എൻട്രി നോക്കിയോ, ഇതാണ് when debentures are purchased for immediate cancellation. ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഡിബഞ്ചർ വാങ്ങുന്ന സമയത്ത് വരുന്ന എന്താണ്? കം ഇൻട്രസ്റ്റിന്റെ എൻട്രി നോക്കി, എന്താ? ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെ. ഇനി എക്സ് ഇൻട്രസ്റ്റിലേക്ക് വന്ന് നോക്കി, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇതാ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ജേണൽ എൻട്രിയിൽ വലിയ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. എക്സ് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ കം ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ ജേണൽ എൻട്രിയിൽ മാറ്റമില്ല. പക്ഷെ നമ്മൾ ഇതിന് നേരെ എഴുതുന്ന എമൗണ്ടിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ആ മാറ്റം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തം. ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാവില്ല, ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് നേരെ നോക്കിയാൽ ചിലപ്പോ കത്താം, എന്നാലും പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് ഒന്നുകൂടി വ്യക്തമാവുക. ഓക്കെ, എന്താ? ഡിബഞ്ചർ അക്കൗണ്ട് നേരെ, അത് ഏത് കേസല്ല, എക്സ് ഇൻട്രസ്റ്റ് ആയാലും കം ഇൻട്രസ്റ്റ് ആയാലും ഡിബഞ്ചർ അക്കൗണ്ട് നേരെ എഴുതേണ്ടതാണ് ഫേസ് വാല്യൂ ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, എത്രയാണ് എക്സ്പയർഡ് പീരീഡിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്നുള്ള സാധ്യത എഴുതുക. ടു ബാങ്ക്, ഈ ബാങ്ക് അക്കൗണ്ട് നേരെ എന്താണ്? കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താണ്? എത്രയാണ് നമ്മൾ ഞങ്ങളെ പേയ്മെന്റ് നടത്തുന്നത് അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്നാല് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റും, അതായത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചറും പ്ലസ് ഇൻട്രസ്റ്റ്, അതായത് 97 രൂപയാണ് നമ്മുടെ കോസ്റ്റിംഗ്, 97 പ്ലസ് എന്ത് ചെയ്യണം? ഇവിടെ ഈ എക്സ്പയർഡ് പീരീഡിലേക്ക് ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഏതില്? ഈ എക്സ് ഇൻട്രസ്റ്റ് ആവുമ്പോൾ. ഓക്കെ, കം ഇൻട്രസ്റ്റ് ആവുമ്പോൾ ഈ പ്ലസ് ഉണ്ടാവില്ല എന്ന് മാത്രം, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതവിടെ മാറ്റും. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിലെ ഡിഫറൻസ് എന്തായിരിക്കും? പ്രോഫിറ്റ് റിഡംഷൻ ആയിട്ടും വരും. അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ എൻട്രി ചേഞ്ച് ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ? നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നോക്കി, ഈ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലാണെന്ന് ചോദിച്ചോളൂ. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ്. അപ്പോൾ എൻട്രിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. നോക്കൂ, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലെ. അത് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് നടത്തിയത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലാണെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള എൻട്രി എന്താണ്? ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതിനല്ലേ വരുന്നത്. നേരത്തെ നോക്കി കം ഇൻട്രസ്റ്റ് ജേണൽ എൻട്രി നോക്കൂ, സെയിം എൻട്രി തന്നെയാവും. ഇതാ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ജേണൽ എൻട്രിയിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. എന്തിലാണ് മാറ്റം ഉള്ളത്? ആ എൻട്രി എഴുതുമ്പോൾ അതിന് നേരെ എഴുതുന്ന നമ്മുടെ എമൗണ്ടിലാണ് മാറ്റമുള്ളത്. അത് എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റും, കാരണം വെറുതെ പറയല്ല എന്ത് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആണ്, ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ആണ് എന്നുള്ളത്. അപ്പൊ ഇൻക്ലൂഡ് ആണെങ്കിൽ എക്സ്ക്ലൂഡ് ആണെങ്കിലും ജേണൽ എൻട്രിയിൽ എമൗണ്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ രണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്താണ് എക്സ് ഇൻട്രസ്റ്റ്, കം ഇൻട്രസ്റ്റ്? പേര് തന്നെയുണ്ട്, എക്സ് എക്സ്ക്ലൂഡഡ്, കം ഇൻക്ലൂഡഡ്. പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആണെങ്കിൽ ആ പ്രൈസിനെ കം ഇൻട്രസ്റ്റ് പ്രൈസ് എന്നും, പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ അതിനെ എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്നും വിളിക്കും. ജേണൽ എൻട്രീസ് കാണാതെ പഠിക്കുക. ഓക്കെ,
അപ്പം ഇന്ന് തൽക്കാലം നമുക്ക് ഒരു 10 മിനിറ്റ് വൈകിയാണ് തുടങ്ങിയത്, പക്ഷേ നമ്മൾ നിർത്തുകയാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. കാരണം അടുത്തൊരു സെഷൻ, അടുത്തൊരു ക്ലാസ്, എംകോമിന്റെ ക്ലാസ് എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സെന്ററിന്റെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ അതിനു മുമ്പ് ഇതിന്റെ തിയറി, ജനറൽ എൻട്രീസും പഠിച്ചു വെക്കുക. ഓക്കെ, ശരി.